ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന ചാപ്റ്ററിലെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കീനോട്ടാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ കീനോട്ടാണ് കേട്ടോ. ഓക്കെ, കീനോട്ടിലോട്ട് പോകാം. എ ക്വാഡ്രിലാറ്ററൽ വിത്ത് പ്രോപ്പർട്ടി ദാറ്റ് എ സർക്കിൾ കുഡ് ബി ഡ്രോൺ ത്രൂ ഓൾ ദ ഫോർ വേർട്ടിസസ് ഈസ് കോൾഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. 4 മൂലകളുടെയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയുന്ന ചതുർഭുജം എന്നതിനെ ചുരുക്കി ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കാം. സോ വാട്ട് ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, അല്ലെങ്കിൽ എന്താണ് ഒരു ചക്രീയ ചതുർഭുജം എന്നുള്ളതിനുള്ള ഈ കീനോട്ട് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഞാൻ ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും. ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ അകത്ത് നമ്മളൊരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുക. ക്വാഡ്രിലാറ്ററിന് എത്ര സൈഡ് ഉണ്ടായിരിക്കും? 4 സൈഡ്സ് ഉണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ഈ 4 സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററിൽ സർക്കിളിൻ്റെ ഓരോ വേർട്ടിസസും എന്ത് ചെയ്യണം? സർക്കിളിൽ ടച്ച് ചെയ്ത് പോവുകയാണെന്ന് വെച്ചെങ്കിൽ അത്തരം ക്വാഡ്രിലാറ്ററിനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജം. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്വാഡ്രിലാറ്ററൽ വരയ്ക്കുകയാണ്. ആ ക്വാഡ്രിലാറ്ററിൻ്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്യാണ്? സർക്കിളിൽ ടച്ച് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് ക്ലിയർ ആണല്ലോ. 3 സൈഡ് മാത്രം തട്ടിക്കഴിഞ്ഞാൽ, 3 വെർട്ടിസസ് മാത്രം തട്ടിക്കഴിഞ്ഞാൽ അത് സൈക്ലിക് ക്വാഡ്രിലാറ്ററായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. 4 വെർട്ടിസും നിർബന്ധമായിട്ടും എന്തിൽ തട്ടണം? സർക്കിളിൻ്റെ മുകളിൽ ടച്ച് ചെയ്ത് പോകണം. അല്ലെങ്കിൽ ആ പുറത്തുനിന്ന് ഒരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഈ 4 മൂലകളിലൂടെയും കടന്നു പോകുന്ന ക്വാഡ്രിലാറ്ററിനെ മാത്രമേ എന്ത് നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ? സൈക്ലിക് ക്വാഡ്രിലാറ്റർ എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഓൾ വെർട്ടിസസ് ഓഫ് എ ക്വാഡ്രിലാറ്റർ ഓൺ എ സർക്കിൾ എന്ന് വെച്ചാൽ സൈക്ലിക് ക്വാഡ്രിലാറ്റർ. ദ സം ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180. ഒരു ചതുർഭുജത്തിൻ്റെ മൂലകളെല്ലാം ഒരു വൃത്തത്തിലൂടെ ആണെങ്കിൽ അതിലെ എതിരെ കോണുകളുടെ തുക 180 ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സൈക്ലിക് കോർഡിനേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? 180 ആയിരിക്കും. ഈ 180ക്ക് സപ്ലിമെൻ്ററി എന്നും പറയാറുണ്ട്. സോ എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ 180 എന്ന് കൊടുത്തേക്കുന്നത്? സോ അങ്ങനെ പഠിച്ചാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 4 വേർട്ടിസസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 വേർട്ടിസസിൽ ഓരോ പോയിന്റിനും ഞാൻ ABCD എന്ന് കൊടുത്തേക്കെന്ന് വിചാരിക്കാം. ഇത് A, ഇത് B, ഇത് C, ഇത് D. ഓക്കെ, ഈ 4 കോർഡിനേറ്റിൽ ഓപ്പോസിറ്റ് വേർട്ടിസസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന C ആണ് അല്ലേ? എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് സിയും ബിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഡിയും. ഓക്കെ, സോ ഏതാണോ ഓപ്പോസിറ്റ് വെർട്ടെക്സ് അവർ രണ്ടുപേരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 180 എന്നും അതുപോലെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് രണ്ടാമത്തത്. സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് വെർട്ടിസസ് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? പേജ് നമ്പർ 51 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവിടെ ഈ സാധനം യൂസ് ചെയ്യാനുണ്ട്. ഇത് വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ കീനോട്ട് ആദ്യം പറഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഈച്ച് ഓഫ് ദ പ്രോബ്ലം ബിലോ ദ സർക്കിൾ ആൻഡ് എ കോഡ് ഈസ് ഡ്രോൺ ടു സ്പ്ലിറ്റ് എ സർക്കിൾ ഇൻ ടു 2 പാർട്സ്. ദ പാർട്ട് മസ്റ്റ് ബി സാറ്റിസ്ഫൈ. ഒന്നാമത്തത്, all angles in one part must be 80 degree. All angles in one part must be 110 degree. All angles in one part must be half the angle of other part. All angles in one part must be 1.5 times of the angles in the other part. 4 സബ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ഞാണും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഭാഗങ്ങൾ കണക്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആയിരിക്കണം. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി ആയിരിക്കണം. ഒരു ഭാഗത്തിലെ കോണുകൾ 110 ഡിഗ്രി ആവുന്ന രീതിയിൽ ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം മറുഭാഗത്തിൻ്റെ കോണിൻ്റെ പകുതിയും ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തിൻ്റെ കോണിൻ്റെ 1.5 മടങ്ങുമായിരിക്കും. സോ ഇവിടെ പറഞ്ഞേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോഡ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോഡ് എവിടെയാണ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് ആക്ച്വലി അവർ ചോദിച്ചേക്കുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇങ്ങനൊരു സർക്കിൾ വരച്ചു. ഓക്കെ, ഇങ്ങനൊരു സർക്കിൾ വരച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ വെറുതെ ഒരു കോഡ് വെച്ചിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തു. ഈ സർക്കിളിനെ എന്താക്കി? 2 പാർട്ടാക്കി. ഇങ്ങനെ 2 പാർട്ടാക്കുമ്പോൾ അവർ പറയുന്ന കണ്ടീഷൻ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, സോ അവർ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് നമ്മൾ കോഡ് വരയ്ക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ആംഗിളിലാണ് നമ്മൾ കോഡ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ,
സോ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഓൾ ദ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് മസ്റ്റ് ബി 80. ഒരു ഭാഗത്തെ എല്ലാ ആംഗിളും എന്തായിരിക്കണം? 80 ആയിരിക്കണം. അപ്പോൾ ഞാനതിനൊരു റഫ് ഫിഗർ വരയ്ക്കുകയാണ്. ഇതാ ഇങ്ങനൊരു സർക്കിൾ ഞാൻ ആദ്യം വരച്ചു. ഇവിടെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ മുകളിലെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കണം? 80 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ കോഡ് എവിടെ വരയ്ക്കും എന്നുള്ളതാണ് ചോദ്യം. മുകളിൽ ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു ഭാഗം 80 കിട്ടണം എന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 80ൻ്റെ ഇരട്ടി ആയിരിക്കണം. അതായത് എത്ര ഡിഗ്രി ആയിരിക്കണം? 160 ഡിഗ്രി ആയിരിക്കണം. എന്ന് വെച്ചാൽ അർത്ഥം എന്താ? 160 ഡിഗ്രി സെൻറ്ററിൽ വരയ്ക്കാവുന്ന രീതിയിൽ നമ്മളൊരു കോൺ വരച്ചാൽ, അതായത് ഒരു സർക്കിൾ വരച്ചു, ഒരു സർക്കിൾ വരച്ചിട്ട് ഞാൻ എന്ത് വരച്ചു? സെൻറ്ററിൽ 160 ഡിഗ്രി വരച്ചു. ഓക്കെ, സെൻറ്ററിൽ 160 ഡിഗ്രി വരച്ചിട്ട് ആ വന്ന് മുട്ടുന്ന 160 രണ്ട് എൻഡ് ഉണ്ടല്ലോ, അതായത് സർക്കിളിൽ മുട്ടുന്ന രണ്ട് എൻഡ്, ആ രണ്ട് എൻഡ് വെച്ചിട്ട് ഞാൻ എന്ത് കോഡ് വരയ്ക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആ കോഡ് സർക്കിളിനെ കട്ട് ചെയ്യുന്ന ഏതൊരു പോയിന്റിലും ഞാൻ സർക്കിളിൻ്റെ ഓൾട്ടർനേറ്റ് ആംഗിൾ വരച്ചാൽ എത്രയായിരിക്കും? 80 ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ കൺസെപ്റ്റിനെ തന്നെ ഒന്ന് തിരിച്ച് ചോദിച്ചു എന്ന് മാത്രം, വരയ്ക്കുന്ന രീതിയിൽ ചോദിച്ചു എന്ന് മാത്രം. സോ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? 160 ആയിട്ട് വരയ്ക്കുന്ന ഏതൊരു കോണിനും എന്തായിരിക്കും? 80 ആയിരിക്കും. സോ ഇതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ജസ്റ്റ് എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ ഇത്രയായിരിക്കണം. അപ്പോൾ ഞാനിതിന് ABC എന്ന് കൊടുത്തു. ഈ മുകളിലോട്ടുള്ള തന്നെ ഞാൻ D എന്നൊരു പോയിന്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണ് വെച്ചെങ്കിൽ ആംഗിൾ ABC എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 160 ആയിരിക്കണം. അങ്ങനെയാണ് വെച്ചെങ്കിൽ ആംഗിൾ ADC എത്രയായിരിക്കും? 160യുടെ പകുതി അല്ലെ? 160/2 = 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ ആണല്ലോ? മനസ്സിലായി എന്ന് വിചാരിക്കണം. സോ 80 ഡിഗ്രി കിട്ടണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ 160 വരുന്ന രീതിയിൽ നമ്മൾ എങ്ങനെ കോഡ് വരച്ചാലും, ആ കോഡിൻ്റെ ബേസ് സർക്കിൾ തട്ടുന്ന രീതിയിൽ എങ്ങനെ കോഡ് വരച്ചാലും എത്രയായിരിക്കും? ഈ ഒരു ആംഗിൾ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവർ പറഞ്ഞേക്കുവാണ് എന്താ? കോഡ് വരയ്ക്കണം. കോഡ് വരയ്ക്കുമ്പോൾ എത്ര വരണ്ടേ? ഓരോ പാർട്ടിലും എത്ര വരണം? 110 വരണം. ഓക്കെ, ഓരോ പാർട്ടിലും 110 വരണമെങ്കിൽ ഞാൻ നടുവിൽ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 220 ആയിരിക്കണം. ഓക്കെ, സോ സെൻട്രൽ ആംഗിൾ 220 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 എന്നുള്ളൊരു സ്ട്രെയിറ്റ് ലൈനായി, 220 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് വരികയാണ്. അപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് സർക്കിൾ. സർക്കിളിൻ്റെ ഈ എൻഡിൽ നിന്ന് ഞാനൊരു റേഡിയസ് ഇങ്ങോട്ട് വരച്ചു, ഈ എൻഡിൽ നിന്ന് റേഡിയസ് വെച്ചു. 120 എന്ന് പറയുന്നത് ഒരിക്കലും ചെറിയ ആംഗിളിൽ വരില്ല. എവിടെ വരുള്ളൂ? ഈ വലിയ ഭാഗത്തേ വരുള്ളൂ. 120 ആവണം എന്നുണ്ടെങ്കിൽ 120 അല്ല, സോറി 120 അല്ല, 220 കേട്ടോ, സോറി 220 ആവണം എന്നുണ്ടെച്ചെങ്കിൽ ഈ ഒരു ഭാഗത്താണ് എന്തെന്ന് പറയുന്നത്? 220 അല്ലേ? സോ ഈ 220 വന്നാലാണ് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ഒരു ഭാഗത്ത് ഉണ്ടാവുന്ന ആംഗിളൊക്കെ എത്രയാവുള്ളൂ? 110 ആവുള്ളൂ. ഓക്കെ, ഇവിടെയാണ് സെൻട്രൽ ആംഗിൾ. അതിൻ്റെ ഓപ്പോസിറ്റ് വെർട്ടിസസിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടിൽ കിടക്കുന്ന ആംഗിളാണ് അതിൻ്റെ പകുതിയാവുക അല്ലേ? അപ്പോൾ അതിൻ്റെ സൈഡ് വരുന്നത് കോൺ എങ്ങനെ വരും? കോഡ് എങ്ങനെ വരും? ഇങ്ങനെയാണ് കോഡ് വരുന്നത്. മറ്റതിൽ അങ്ങനെയായിരുന്നു ചിത്രം, ഇതിലിങ്ങനെയാണ്. അതെന്ന് പറയുന്നത് 180 കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, 90 കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് 180 ആവും, ഇരട്ടി 180 ആവും. ആ 180 ആവുമ്പോൾ ചിത്രം ഒന്നും എന്ത് ചെയ്യും? മാറും. കൺസെപ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇങ്ങനെ ഇതിന് പേര് കൊടുക്കുകയാണ് ABC, ഇതിന് O എന്ന് കൊടുത്തു വിചാരിക്കാം. അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ AOC പുറത്ത് കൂടെയാണ് പോകുന്നത്. ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 220 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പകുതിയായിട്ടുള്ള ABC എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും 120 ഡിവൈഡഡ് ബൈ 2 എത്ര കിട്ടും? 110 കിട്ടും. സോ ഓപ്പോസിറ്റ് സൈഡിലെല്ലാം 110 കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം? സെൻട്രൽ ആംഗിൾ 220 ആയിട്ട് വരയ്ക്കണം. ഓക്കെ ആണല്ലോ? രണ്ട് ക്വസ്റ്റ്യനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അതിൽ മൂന്നാമത്തെ പറഞ്ഞേക്കുന്നത് ഓൾ ആംഗിൾസ് ഓഫ് വൺ പാർട്ട് മസ്റ്റ് ബി ദ ഹാഫ് ഓഫ് ദ അതർ പാർട്ട്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് നേരത്തെ പറഞ്ഞ തിയറം നമുക്ക് ആവശ്യമുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാനൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ സർക്കിൾ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന് ഞാൻ കോഡ് വെച്ചിട്ട് രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള മുകളിലെ പാർട്ടിൽ എന്താണോ ആംഗിൾ, ഞാനിപ്പോൾ ആ ആംഗിളിന് എക്സ് എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ട് ഈ പാർട്ടിൽ വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കണം? എക്സിൻ്റെ 2 ഇരട്ടി ആയിരിക്കണം അല്ലേ? 2x ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? എന്ന് വെച്ചാൽ ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിന് ഒരു കോഡ് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു. മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ
എന്തായിരിക്കും? അപ്പുറത്തുണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഇരട്ടിയായിരിക്കണം. മുകളിലുണ്ടാക്കുന്ന ആംഗിൾ ഞാൻ എന്തായിട്ട് കൊടുത്തു? എക്സ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കണം? 2x ആയിരിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതെന്തൊരു കോർഡിനേറ്ററിലായി നോക്കി, ഇതൊരു സൈക്ലിക് കോർഡിനേറ്ററിലായില്ലേ? സൈക്ലിക് കോർഡിനേറ്ററിലാണെന്ന് വെച്ചെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? സപ്ലിമെൻ്ററി ആയിരിക്കും, അല്ലെങ്കിൽ 180 ആയിരിക്കും. സോ നമുക്ക് പറയാൻ പറ്റും ഓപ്പോസിറ്റ് എടുക്കുന്ന ആംഗിൾസ് ആണ് എക്സും 2x. സോ എക്സ് പ്ലസ് 2x ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 180 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2x എത്രയാണ്? 3x അല്ലെ? 3x ഈസ് ഈക്വൽ ടു 180. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്താ? 180 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു എത്രയെന്ന് കിട്ടും? 60 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഈ ആംഗിൾ 60 ആണെങ്കിൽ ഈ ആംഗിൾ അതിൻ്റെ ഇരട്ടി, അതായത് 120. രണ്ടും കൂടി കൂട്ടി വയ്ക്കുക, 180 കിട്ടിയില്ലേ? സോ ഒന്ന് മറ്റേതിൻ്റെ ഓൾട്ടർനേറ്റ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെൻട്രൽ ആംഗിളുകൾ എത്ര വരയ്ക്കണം നമ്മൾ? സെൻട്രൽ ആംഗിൾ ഇവിടെ 60 ആണെങ്കിൽ ഇവിടെ 60 കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എത്ര വേണം? 120 വേണം അല്ലേ? സെൻട്രൽ ആംഗിൾ 120 വെച്ചിട്ട് വരയ്ക്കുന്ന എവിടെയാണോ കോഡ് വരയ്ക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് കിട്ടുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഇതുപോലെ ഒന്ന് മറ്റൊന്നിൻ്റെ പകുതി ആയിരിക്കും. സോ സെൻട്രൽ ആംഗിൾ എത്ര വരയ്ക്കണം നമ്മൾ? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രിയിൽ വേണം വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കി. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് മസ്റ്റ് ബി 1.5 ടൈംസ് ഓഫ് ദ ആംഗിൾസ് ഇൻ അതർ പാർട്ട്. ഒരെണ്ണത്തിലുള്ളതിൻ്റെ 1.5 ഇരട്ടി ആയിരിക്കണം മറ്റത്, അല്ലേ? സോ ഞാൻ റഫ് ഫിഗർ വരയ്ക്കുകയാണ്. ഇതാണ് എൻ്റെ ഫിഗർ എന്ന് വിചാരിക്കുക. ഇവിടെ മുകളിലോട്ട് എന്ത് വരച്ചിട്ടുണ്ട്? ഒരു പാർട്ടുണ്ട്, അതിൻ്റെ മറ്റേ പാർട്ട് താഴേക്കുണ്ട്. ഓക്കെ, ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ എന്താണ്? 1.5 ഇരട്ടി വേണം, അല്ലേ? ഈ 1.5 എന്ന് പറഞ്ഞാൽ എന്താ? 1/2 ആണ്, അല്ലേ? ഈ 1/2 മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ എന്ത് വരും? 1 × 2 2 + 1 3 3/2 എന്ന് കിട്ടും. 1/2 മിക്സ്ഡ് ഫ്രാക്ഷൻ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും 3/2. അതായത് മേലെ എക്സ് ആണെച്ചെങ്കിൽ ഇപ്പുറത്ത് എന്ത് വേണം? 3/2x വേണം, അല്ലേ? സോ നമുക്കറിയാം ഇതെന്താണ്? സൈക്ലിക് കോർഡിനേറ്ററായി ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെൻ്ററി ആയിരിക്കും. സോ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? എക്സ് പ്ലസ് 3x/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 ആയിരിക്കും. ഇതിൽ നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? നേരത്തെ അതേപോലെ തന്നെ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഞാൻ എക്സിന് എന്തിട്ട് കൊടുത്തു? ബൈ 1 ഇട്ട് കൊടുത്തു. ക്രോസ് ചെയ്യുമ്പോൾ 2 × x 2x പ്ലസ് 3x × 1 3x ഡിവൈഡഡ് ബൈ 1 × 2 2 ഈസ് ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് കൂട്ടി എഴുതുമ്പോൾ 2x കൊണ്ട് 3x കൂടി ആകുമ്പോൾ 5x/2 ഈസ് ഈക്വൽ ടു 180. ഈ ബൈ 2 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുക, അപ്പോൾ അതെന്തായിട്ട് മാറും? ഇൻറ്റു 2 ആയിട്ട് മാറും. സോ 5x ഈസ് ഈക്വൽ ടു 180 × 2. 180 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360 ആണല്ലേ? സോ 5x ഈസ് ഈക്വൽ ടു 360. സോ എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 5, അല്ലേ? ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ 35-ൽ 7 പ്രാവശ്യം, ബാക്കി 110-ൽ 2 പ്രാവശ്യം. സോ എക്സ് ഈസ് ഈക്വൽ ടു 72 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എക്സ് എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കണം? 72 ആണ്. എക്സ് 72 ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കണം? അതിൻ്റെ ഇരട്ടിയായിരിക്കണം. അപ്പോൾ എത്രയായിരിക്കും? 144 എന്ന് കിട്ടും, അല്ലേ? സോ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കണം? സെൻട്രൽ ആംഗിൾ 144 ആയിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡ് 72, മറ്റേ സൈഡ് അപ്പോൾ എന്തായിരിക്കും? 150 ന്ന് 72 മൈനസ് ചെയ്ത് 108 എന്ന് കിട്ടും, അല്ലേ? 72 108ൻ്റെ 3/2 അല്ലേ? ഓക്കെ, സോ അങ്ങനെയാണ് എന്ത് ചെയ്യണം? നമ്മൾ ആംഗിളും കണ്ടുപിടിക്കണം. സോ കുറച്ച് ഇവിടെ ലോജിക്കാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ എക്സും 2x ഒക്കെ എങ്ങനെ എടുത്തു, എങ്ങനെയാണ് 3x/2 വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഒന്നാമത്തേലും രണ്ടാമത്തേലും സെപ്പറേറ്റ് വേറൊരു രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. സോ എല്ലാ ചിത്രങ്ങളും നന്നായിട്ട് നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഉണ്ടെച്ചെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.